Good morning. Good morning, ma'am. ഇന്നലേക്ക് എത്ര ഉണ്ടായി ക്ലാസ്സില്? റെഡിയാണോ എല്ലാവരും? സന്തോഷമാണോ നമ്മളുടെ? റെഡിയാണ്. ഓക്കെ, ഓണമൊക്കെ നന്നായി ആഘോഷിച്ചല്ലോ എല്ലാവരും അല്ലേ? ആമാ മാമിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിച്ചു പൊളിച്ചോ? പിന്നെ സൂപ്പർ ആയിരുന്നു. നമുക്ക് ഇവിടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ഞങ്ങൾ ഫുൾ ഫണ്ണാക്കി. സൂപ്പർ ആയിരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ? ഓർമ്മയില്ല? എവിടെയെങ്ങാണ്ടൊക്കെ നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നേ? മെഡിക്കൽ ടെർമിനോളജി. അതെ, മെഡിക്കൽ ടെർമിനോളജി ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് മെഡിക്കൽ ടേംസ്, അതായത് ഒരു ഹോസ്പിറ്റൽസിൽ പരസ്പരം അവിടെയുള്ള എംപ്ലോയീസ്, വർക്കേഴ്സ്, മെഡിക്കൽ സ്റ്റാഫുകളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സാധാ ഭാഷയല്ലാതെ അത് മെഡിക്കൽ ടേംസിൽ അവർ ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജസ്, അതായത് ചില മെഡിസിൻസിന്റെ ആകാം, ചിലപ്പോൾ ട്രീറ്റ്മെന്റുകളുടെ ആകാം, ഡിസീസസിന്റെ ആകാം, അതിനൊക്കെ പല എന്താ പറയാ മാറ്റങ്ങൾ വരുത്തി അതിനൊക്കെ ചില ഷോർട്ട് ഫോമിൽ അല്ലെങ്കിൽ ഒരു പുതിയ രൂപത്തിൽ അതിനെ കൊണ്ടുവരാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവർ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ടേംസ് or medical terminology is formed. അത് എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? by adding some prefixes or suffixes to the root words of a term. ഒരു ടേമിന്റെ സ്റ്റെം അല്ലെങ്കിൽ റൂട്ട് വേർഡ് അല്ലെങ്കിൽ മെയിൻ പാർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്, ആ ഒരു വേർഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തോടൊപ്പം പ്രിഫിക്സുകളും സഫിക്സുകളും ഒക്കെ ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? പുതിയ പുതിയ വാക്കുകൾ, വേർഡ്സ് അവർ ഫോം ചെയ്ത് അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടേംസ് ആണ് നമുക്ക് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള പഠനം. അപ്പൊ ആ ടേമുകളൊക്കെ ഓരോന്നും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായിരിക്കണേ, ചിലത് കുറെ എക്സാമ്പിൾസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ട്. ഹൗ ആഡിങ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, എങ്ങനെയാണ് ആ വേർഡില് മാറ്റം വരിക, പ്രിഫിക്സിന്റെ മീനിങ്ങുകൾ, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഓൾസോ അബ്രീവിയേഷൻസ്, കുറെ അബ്രീവിയേഷൻസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞു, അബ്രീവിയേഷൻസിനൊക്കെ ഉദാഹരണങ്ങളൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ ഒരു ചാപ്റ്റർ ആയിട്ട് ഉൾക്കൊള്ളിച്ച് അവർ തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് പ്രിഫിക്സുകൾ നമ്മൾ പരിചയപ്പെട്ടു, അതിന്റെ മീനിങ്സും അല്ലെ. ഈ ഒരു ഫസ്റ്റ് പേജല്ലേ നമ്മൾ എടുത്തുള്ളൂ, ആണോ? ബ്ലഫർ അതുവരെയുള്ള ബിലോങ്ങിങ് ടു ഐലിഡ്, കണ്ണിന്റെ ഈ ലിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് ബ്ലഫർ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു നിങ്ങളോട് നേരം. ഇത് മുഴുവൻ നിങ്ങൾ കാണാതെ പഠിക്കണോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് കുറച്ച് പോയിന്റുകൾ അല്ലെങ്കിൽ കുറച്ച് ടേംസ്, കുറച്ച് പ്രിഫിക്സ് ആയിക്കോട്ടെ സഫിക്സ് ആയിക്കോട്ടെ, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിരിക്കുന്ന കുറെ ടേമുകളൊക്കെ ഇത് റെഗുലർ ആയിട്ട് ചോദിക്കുന്നു. എല്ലാവർക്കും പോലും ഓരോന്നിലും 10-300 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. നമ്മളത് ജസ്റ്റ് നമ്മളുടെ പിന്നീടുള്ള നമ്മളുടെ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഏതൊക്കെയാ നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഒന്ന് പറയാമോ? ഈ ഫസ്റ്റ് പേജില് ഞാൻ ഏതൊക്കെയാ നോട്ട് ചെയ്യാൻ പറഞ്ഞത്? അബ്ഡോമൻ, ആൻജിയോ, ഓട്ടോ ബ്ലാസ്റ്റ്, പിന്നെ ബി, എത്ര പറഞ്ഞോളൂ? ലാസ്റ്റ് പറഞ്ഞു. പിന്നെ ഓട്ടോ, ബി ഐ,
പറഞ്ഞില്ല അബ്ഡോമൻ. അബ്ഡോമൻ പറഞ്ഞു. ഓക്കെ. പിന്നെ ആർത്രോ പറഞ്ഞില്ലേ? ആർത്രോ പറഞ്ഞല്ലോ അല്ലേ? ജോയിന്റ് പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചില അത്രയും ഏകദേശം എത്ര ടേംസാ ഞാൻ ആദ്യത്തെ പേജിൽ നിങ്ങൾ പ്രിഫിക്സുകൾ നോട്ട് ചെയ്യാൻ പറഞ്ഞത്? അതിന്റെ മീനിങ് അടക്കം ഒന്നാമത്തെ പേജില് നിങ്ങൾ നോട്ട് ചെയ്തോന്ന് അറിയാൻ വേണ്ടി. 7. ഓക്കെ. അപ്പൊ അത്രയും നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അത് തന്നെ എല്ലാവരോടും കൂടി എല്ലാവരും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ആ നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് അത് നോട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടാ. അപ്പൊ അത് മനസ്സിലാക്കി. അത് ആർത്തോ പറഞ്ഞില്ലായിരുന്നല്ലോ. ആർത്തോ പറഞ്ഞില്ലേ? പെർട്ടൈനിങ് ടു ജോയിന്റ് ആർത്രൈറ്റിസ് അത് നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേ കേട്ടോ. അതുകൊണ്ടാണ് അത് കൺഫേം ആക്കിയതാണ് ഞാൻ. ആർക്കോ കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഒന്ന് ടിക്കറ്റോ അങ്ങനെ നിങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് എഴുതണമെന്നില്ലല്ലോ. ഒരു ടിക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ മീനിങ് പഠിക്കണം എന്തായാലും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത പേജിലേക്ക് പോകണം. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞോളാം ലാസ്റ്റ്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഒന്ന് വെറുതെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് PRADY ബ്രാഡി? ഡൾ ആയിട്ടിരിക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മീനിങ് അതാണ്. ഡൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ നമ്മള് ചിലപ്പോഴൊക്കെ നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ വൈ ആർ യു ലുക്കിംഗ് ഡൾ എന്നൊക്കെ ചോദിക്കൂലേ? അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു തരം ഒരു ഇമോഷണൽ അവസ്ഥയാണ്. അപ്പൊ ഡൾ ആയിട്ടിരിക്കുക. അത് ബ്രാഡി എന്നുള്ള ഒരു പ്രിഫിക്സ് ആണ് അതിനുവേണ്ടി ചേർക്കുന്നത്. അടുത്തത് കാൽക്ക്, CALC എന്ന് പറയുന്നത്. അതിന്റെ പിന്നില് പിന്നെ ബാക്കി വേർഡ് വരും. ഇത് പ്രിഫിക്സ് ആണ്. ചേർക്കേണ്ട അഡീഷണൽ ചേർക്കേണ്ട ലെറ്റേഴ്സ് അതാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുക. മുൻപിൽ ചേർക്കുമ്പോൾ ഒരു വേർഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രിഫിക്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇനി എനിക്ക് ബാക്കി റെസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് വേർഡ് വരിക. ഓക്കെ. അപ്പൊ കാൽക്ക്, സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ, HEEL, ഹീൽ അല്ലെങ്കിൽ സ്റ്റോൺ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അടുത്തത് കാർഡി, കാർഡിയോ അല്ലെങ്കിൽ കാർഡി, CARD, പിന്നെ DI ഇട്ടിട്ട് ഒരു സ്ലാഷ് ആണ് കേട്ടോ. അത് ഒരിക്കലും ബ്രാക്കറ്റ് അല്ല, സ്ലാഷ് ആണ്. CARDIO എന്ന് പറയുന്നത് സ്ലാഷ് ഇട്ടിട്ടായിരിക്കുന്നത്. കാർഡിയോ ഈസ് റിലേറ്റിംഗ് ടു ഹാർട്ട്. നമ്മുടെ ഹാർട്ടുമായിട്ട് ബിലോങ്ങിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് കാർഡിയോളജി എന്ന് നമുക്കറിയാലോ അല്ലെ? കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് കാർഡിയോളജി എന്ന് പറയുമ്പോൾ ഹാർട്ടിനെ സംബന്ധിക്കുന്ന ഒരു വിഭാഗം, ഹാർട്ട് സംബന്ധിക്കുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം, അതിനാണ് നമ്മൾ കാർഡിയോളജി എന്ന് വിളിക്കുക. അപ്പൊ കാർഡിയോ എന്ന് പറയുന്ന ഒരു വേർഡ് ഓളജി അതിന്റെ കൂടെ കൂടി ചേരുമ്പോൾ ഇറ്റ് ബിക്കംസ് കാർഡിയോളജി. ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് സെഫൽ, CEPHAL, ബിലോങ്ങിങ് ടു ദ ഹെഡ്. വെറുതെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകാം. മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറയാം ലാസ്റ്റ് പേജ് തീരുമ്പോ. അടുത്തത് സെഫലപ്പ് എന്താണ്? റിലേറ്റിംഗ് ടു ഹാർട്ട്, സോറി ഹെഡ്, ബിലോങ്ങിങ് ടു ഹെഡ് എന്നാണ് നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പിന്നിൽ വേറെ വാക്ക് വരും. അടുത്തത് CEREBR/O ഉണ്ട്, സെറിബ്രോ, സെറിബ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സെറിബ്രോ അതായത് CEREBR ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് ഓ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. സെറിബ്രം അതിന്റെ ഒരു ഭാഗം, ഇതിന്റെ ബ്രെയിനിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെ നമ്മൾ പ്രിഫിക്സ് ചേർക്കുന്നത് ഇതാണ്. അടുത്തത് സെർവിക് ആണ്, CERVIC, ബിലോങ്ങിങ് ടു ദ നെക്ക് അല്ലെ? നമ്മുടെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സെർവിക്സ്. അതായത് ബിലോങ്ങിങ് ടു നെക്ക് എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, സെർവിക് എന്നുള്ളത്. അടുത്തത് കോൾ, CHOLE, ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗാൾ. ഗാൾ ബ്ലാഡർ ഒക്കെ ഇല്ലേ നമ്മുടെ വയറിനകത്തുള്ള. അപ്പൊ അത് നമ്മള് പിത്താശയങ്ങൾ, പിത്താശത്തിന് എന്താ പറയാ, പല വസ്തുക്കളും ചെന്ന് അടിഞ്ഞുകൂടി ഒരു ബ്ലാഡർ ഉണ്ട്, അതിനകത്തേക്കാണ് അടിഞ്ഞുകൂടുക അല്ലെ? അത് നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. കൊളസ്ട്രോൾ എന്ന് പറയുന്ന സംഭവമൊക്കെ അതിൽ നിന്നൊക്കെ വരുന്നതാണ്. നമ്മള് ഓർത്തിരിക്കുക, CHOLE, കോൾ, ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗാൾ എന്നാണ്. അടുത്ത CHONDR, കോണ്ടർ, ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ, ഈ പലതരത്തിലുള്ള അസ്ഥികളില്ലേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബോൺസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് ഉണ്ട്. അതിൽ തരുണാസ്ഥി എന്ന് പറഞ്ഞൊരു അസ്ഥി ഉണ്ട്, അതാണ് കാർട്ടിലേജ് എന്ന് വിളിക്കുന്നത്. തരുണാസ്ഥി അതൊരു അസ്ഥിയാണ്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി CHONDR/O ആണ് കോണ്ടർ. അത് ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ടത്. അത് സെർക്കം സെന്റർ,
സർക്കംസ്റ്റാൻസ്, സർക്കംഫറൻസ് എന്നൊക്കെ കേട്ടോ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളത്, ഓൺ ഓൾ സൈഡ്സ് എന്നാണ്. നമ്മള് ഫൈൻഡ് ദ എന്താ പറയാ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവുകളാണ്. അപ്പൊ എല്ലാ സൈഡിൽ നിന്നും, എല്ലാ ഭാഗത്തു നിന്നും എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ അവർ ഉപയോഗിക്കുന്നത് സർക്കമിന്റെ കൂടെ മറ്റേതെങ്കിലും വേർഡ് കൂടി ചേർത്ത് സർക്കം എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്താണ് ഉപയോഗിക്കുക. ഓൺ ഓൾ സൈഡ്സ് എന്നാണ്, എല്ലാ വശത്തു നിന്നും, എല്ലാ ഭാഗത്തു നിന്നും എന്നുള്ളതിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കുക. Then contra, contra, contra എന്ന് കേട്ടിട്ടുണ്ടല്ലോ. സീൻ കോൺട്രാ എന്നൊക്കെ പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. എഗെയിൻസ്റ്റ്, എതിരെ, എതിരെ ഉള്ളത്, ഒപ്പോസിറ്റ് എന്നൊക്കെ അല്ലെ. നമ്മുടെ ഒരു കോമൺ ലാംഗ്വേജിൽ നമ്മൾ ആ ഒരു കോൺട്രാ സെയിം മീനിങ് തന്നെയാണ്. എഗെയിൻസ്റ്റ്, അതിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ളത്. സീൻ കോൺട്ര എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിപരീതമായിട്ടാണ് അപ്പുറത്തെ എന്തെങ്കിലും കാര്യം നടക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ ആ ഒരു വേർഡ് ഉപയോഗിക്കുക അല്ലെ, കോൺട്ര. അപ്പൊ കോൺട്ര എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ആ ഒരു ചെറിയ പ്രിഫിക്സിന്റെ കൂടെ മറ്റൊരു വേർഡ് കൂടി ചേർത്ത് ഇറ്റ് ബിക്കംസ് അനദർ വേർഡ് ഇൻ മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ ടെർമിനോളജിയിൽ അത് മറ്റൊരു വാക്കായിട്ട് മാറുന്നു. എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഒപ്പോസിറ്റ് എന്നാണ് വിളിക്കുക. ഒന്ന് പറയുന്നത് കേട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾ വായിച്ചാലും ഞാൻ വായിച്ചാലും സെയിം തന്നെയാണ്. മീനിങ്ങിലൊന്നും ഈ ഒരു അതിൻ്റെതായ മീനിങ് അങ്ങനെ തന്നെ പഠിക്കണം. ഇത് മലയാളത്തിലൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ സിനോണിം നമ്മൾ പഠിച്ചു വെക്കണം. ദാറ്റ് മീൻസ് ആ വാക്കിന്റെ മീനിങ് അങ്ങനെ തന്നെ പഠിക്കണം. അല്ലാതെ വേറെ മാർഗമില്ല. പക്ഷെ നിങ്ങളത് ഒന്ന് രണ്ടാവർത്തി ഒരാളിങ്ങനെ നമ്മൾ പറഞ്ഞു തന്ന് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഓർക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആ പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ശരിക്കും. നെക്സ്റ്റ് വൺ കോസ്റ്റ്, COST. കോസ്റ്റ് ഇട്ടിട്ട് /O ആണെങ്കിൽ ബിലോങ്ങിങ് ടു റിബ്. റിബ് അറിയാല, നമുക്ക് റിബില്ല, റിബ് കേജ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇവിടെ വാരിയല്ല, വാരിയല്ല, റിബ് എന്ന് പറഞ്ഞാൽ എന്താണ് മുൻപ് നമ്മുടെ അതന്നെ വാരിയൽ തന്നെ. ഈ കുട്ടികളൊക്കെ മസിൽസ് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവര്, സിക്സ് പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിബ്സ് ഒക്കെ ഇവിടെ തെളിഞ്ഞു കാണാൻ സാധിക്കും ഇല്ലേ. അതാണ് എന്താ നിങ്ങള് ഒരുപാട് അതായത് ഒരു ആളുകളൊക്കെ പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് അവര് ബോഡി ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ അവരുടെ റിബ്സ് ഒക്കെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ റിബ് എന്ന് പറഞ്ഞാൽ വാരിയല്, മലയാളത്താണ് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിയാനോ, CYAN/O ആണ്. ബ്ലൂ, അക്സിയാൻ എന്ന് പറയുന്ന ഒരു അത് കളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. ബ്ലൂ എന്ന കളറാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. CYANO/O ആണ് കേട്ടാ, ബ്ലൂ ആണ്. അടുത്ത സിസ്റ്റ്, റിലേറ്റിംഗ് ടു ബ്ലാഡർ തന്നെയാണ്. സിസ്റ്റ് റിലേറ്റിംഗ് ടു ബ്ലാഡർ, ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. സിസ്റ്റ് വരിക എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ബ്ലാഡറിനകത്തൊക്കെ ഒരു മുഴയൊക്കെ വരുന്നത് സിസ്റ്റ്. അതുപോലെ തന്നെ CYT, സൈറ്റ്, ഇറ്റ്സ് റിലേറ്റിംഗ് ടു സൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടോ, സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതെ, യൂട്രസ് സിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ എന്താ പറയാ തരം എന്താ പറയാ ഒരു വലിയ മുഴ പോലത്തെ സാധനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിരിക്കുന്നത് സിസ്റ്റ് എന്ന്. സൈറ്റ്, സൈറ്റോളജി ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ടേം ആണ്. സൈറ്റോളജി എന്ന് വെച്ചാൽ ദ സ്റ്റഡി ഓഫ് റിലേറ്റിംഗ് ടു സെൽസ്, നമ്മുടെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ് സൈറ്റോളജി. സൈറ്റ് ഒരു സ്ലാഷ് ഇട്ടിട്ട് പോവാണെങ്കിൽ ഇറ്റ്സ് റിലേറ്റിംഗ് ടു സെൽ എന്ന് ഓർക്കുക. അടുത്ത DE എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങൾ മാത്രം പ്രിഫിക്സ് ആയിട്ട് ചേർക്കുമ്പോൾ ഇറ്റ് ഈസ് മെന്റ് ഡൗൺ ഫ്രം, താഴേക്ക്, അവിടുന്ന് താഴേക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. ഡൗൺ ഫ്രം എന്ന് പറയുന്നത് DE ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ഡെർമറ്റോളജിയും മറ്റൊരു വിഭാഗമാണ്. ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു സ്കിൻ, നമ്മുടെ സ്കിൻ ഡിസീസസിന് നമ്മൾ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി. അപ്പൊ O/O ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കിന്നുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. അങ്ങനെയാണ്, അതിൽ നിന്നാണ് ആ ഒരു വേർഡ് എന്താ പറയുക മെഡിക്കൽ ടേം അവരുണ്ടാക്കിയത്, ഡെർമറ്റോളജി. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് നമ്മൾ പോകുന്ന വിഭാഗം, ഡിപ്പാർട്ട്മെന്റ്. ദെൻ DI, ഡൈ എന്ന് വെച്ചാൽ എന്താ, 2 times അല്ലെങ്കിൽ ഡബിൾ അല്ലെ. ഡബിൾ എന്ന് പറയുന്നതിനെ കാണിക്കാണ്. ഡൈമെൻഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ DY ആണ് ഡബിൾ അല്ലെങ്കിൽ 2 പ്രാവശ്യം 2 times എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ്. DIA, ഡയ മീൻസ് 2, കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും, അത് മുഴുവനും, അങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് DIA എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ DYS ആണ്. ഡിസ്, ടഫ്, ഭയങ്കര അഗനൈസിങ്, അബ്നോർമൽ, നോർമൽ അല്ലാത്ത, ഭയങ്കര വേദന ഉപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ളത്, കുറച്ച് ഹാർഡ് ആയിട്ടുള്ളതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് DYS.
കേട്ടോ. അബ്നോർമൽ ഏതെങ്കിലും ഒരു വേർഡെങ്കിലും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ECT/O ആണ് എക്റ്റ്. എഗ്നൈസിങ് മീൻസ് എന്താ പറയാ, നമുക്ക് ഭയങ്കര എന്താ പറയാ ഇത്തിരി അസഹനീയം, അബ്നോർമൽ, നോർമൽ അല്ലാത്തത് എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ സെയിം മീനിങ്, എല്ലാം ഒരു മീനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്റ്റ്/O ഔട്ട് ഫ്രം, ഹാർഡൊക്കെ തന്നെ. ഓക്കെ, ഔട്ട് ഫ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് അല്ലെ, അപ്പുറത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അതിന് പുറത്ത്, അതിനപ്പുറത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് എക്റ്റ്/O. അടുത്തത് ഇലക്ട്രോ, കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ. അപ്പൊ ഇലക്ട്രോ ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് end/O ഇൻസൈഡ്, അകത്ത്, ഇൻസൈഡ് ഉള്ളില് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഡ് ആണ്, പ്രിഫിക്സ് ആണ് എൻഡോ. അടുത്ത എന്റർ, ENTER/O which is relating to intestines. നമ്മുടെ വൻകുടല്, ചെറുകുടലൊക്കെ ഉണ്ടല്ലോ, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, അങ്ങനെ ഇന്റസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തെങ്കിലും അവർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ENTER/O എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കാറുണ്ട്. അടുത്തത് എപ്പിഡെമിക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എപ്പി എന്ന് പറയുന്ന EPI എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്താൽ അതിന്റെ അർത്ഥം അപ്പോൺ, ഓൺ, അതിന്റെ മുകളിൽ, അതിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. അതിന്റെ കൂടെ ചേർത്ത് വേർഡ് ചേർക്കുമ്പോൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ ടേം ആയിട്ട് കിട്ടും. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ എന്താ പറയാ പുതിയ വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളാണ്. ഓക്കെ, നമുക്ക് ഇനി നോട്ട് ചെയ്യേണ്ടത് ഞാനൊന്ന് പറയാം, വേഗം ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടാ. ഒന്നാമത്തേത് കോൺട്രാ, പറയുന്നത് മാത്രം ടിക്ക് ചെയ്താൽ മതി. കോൺട്രാ ടിക്ക് ചെയ്യാം, സിസ്റ്റ് ടിക്ക് ചെയ്യാം, CYST, സിസ്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യാം. സൈറ്റ്, സൈറ്റോളജി എന്നൊക്കെ നമ്മൾ കുറെ പ്രാവശ്യമൊക്കെ പറഞ്ഞു പോയ വാക്കുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസിൽ വന്നേക്കണേ. നമുക്ക് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചപ്പോൾ ചിലതുമായിട്ടൊക്കെ ഡിപ്പാർട്ട്മെന്റുകളെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം കാണാതെ. ഡെർമറ്റ് അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ഡെർമറ്റ്, അത് അടയാളപ്പെടുത്താം. ഇലക്ട്രോ അടയാളപ്പെടുത്തണം, ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതിന് ഇലക്ട്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തിട്ടാണ് നമ്മൾ മെഡിക്കൽ ടേമിൽ ഉപയോഗിക്കുക. ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ എന്റർ, ENTER/O ആണ് റിലേറ്റിംഗ് ടു ഇന്റസ്റ്റൈൻസ്. അതായത് നമ്മളിപ്പോ ഈ ഒരു പേജില് എത്ര എണ്ണമാണ്, 6 എണ്ണമാണ് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്. 6 എണ്ണമാണോ നോക്കിയാൽ നിങ്ങൾ ടിക്ക് ചെയ്തേക്കണേ. ഒന്നുകൂടി പറയാം, കോൺട്രാ, സിസ്റ്റ്, സൈറ്റ്, ഡെർമറ്റ്, ഇലക്ട്രോ ആൻഡ് എന്റർ. 6 എണ്ണം. ക്ലിയർ? ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. അടുത്ത പേജിലേക്ക് പോകാം. എല്ലാം കാണാതെ പഠിക്കണ്ടേ. ഇപ്പൊ അടയാളപ്പെടുത്തുന്നത് എന്തായാലും എന്തോ പഠിച്ചു വെച്ചില്ല, അതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് അടയാളപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഇങ്ങനെ ചോദിക്കും, ചിലപ്പോ ഇതിന്റെ മീനിങ് വരും, അതിലുപയോഗിക്കുന്ന പ്രിഫിക്സ് ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇന്ന പ്രിഫിക്സ്, ഇപ്പൊ കോൺട്രാ പ്രിഫിക്സിന്റെ മീനിങ് എന്താണ് എന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ കോൺട്രാന്റെ മീനിങ് എഗെയിൻസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ പ്രിഫിക്സ് യൂസ്ഡ് ഫോർ ദ മീനിങ് എഗെയിൻസ്റ്റ് ഓർ ഓപ്പോസിറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ കോൺട്രാ എന്ന് എഴുതണം നമുക്ക്. ഓക്കെ, അപ്പൊ തിരിഞ്ഞു പറഞ്ഞും ചോദ്യം വരും. അതുകൊണ്ടാണ് നിങ്ങളോട് മാർക്ക് ചെയ്ത് അത് എന്തായാലും പഠിക്കണമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോകാം. അടുത്ത പേജിലേക്ക് വേണ്ട 43 നമ്മളിനി പഠിക്കാൻ പോകുന്ന പ്രിഫിക്സ് 43-ാമത്തെയാണ്. പ്രിഫിക്സ് ആണ് കുറച്ച് കൂടുതലുള്ളത്, സഫിക്സുകൾ കുറവാണ്. ഓക്കെ, പ്രിഫിക്സ് അത് നമുക്ക് അടുത്തത് നോക്കാം. സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചോ, ഇത് ഇന്നതായിട്ട് റിലേറ്റഡ് ആണെന്ന് വെറുതെ നമുക്ക് മനസ്സിലാക്കി വെക്കാനും പിന്നീട് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും യു ആർ ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് ആണല്ലോ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇപ്പോ നമ്മുടെ എക്സാംസിന് വേണ്ടി മാത്രമല്ല, അത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി പഠിച്ചെടുക്കുക. എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയുന്ന പ്രിഫിക്സുകളും സഫിക്സുകളും അബ്രിവിയേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ക്ലിയർ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ എറിത്തർ ആണ്. ERYTHR, എറിത്രോ. എറിത്രോ എന്ന് പറയുന്നത് എറിത്രോസൈറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. റിലേറ്റിംഗ് വിച്ച് ഈസ് എന്താ പറയാ, എനിത്തിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു റെഡ് ഓർ എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ആണ്.
അല്ലെ? RBC എന്ന് കേട്ടോ, WBCയും RBCയും ഇല്ലേ? റെഡ് ബ്ലഡ് സെൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എറിത്രോസൈറ്റ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന എറിത്രോസൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയത് തന്നെ എറിത്തൈഡ്, അതിന്റെ കൂടെ ഒരു /O ചേരുമ്പോഴാണ് കേട്ടോ. അപ്പൊ എറിത്രോസൈറ്റ് ദാറ്റ്സ് റിലേറ്റിംഗ് ടു റെഡ് എന്ന് പറയുന്ന ഒരു കളറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. നെക്സ്റ്റ് വൺ EU ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ അല്ലെ? സാധാരണഗതിയിലുള്ളത്, വലിയ കുഴപ്പമില്ല, നോർമൽ, ഗുഡ്, ക്വൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ? യൂഷ്വൽ ആയിട്ടുള്ളത് എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ EU എന്ന് പറയുന്ന, അപ്പൊ ക്വൈറ്റ് നോർമൽ, ക്വൈറ്റ് ഗുഡ് എന്നൊക്കെ പറയില്ലേ? അതിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടർമാര് വല്ല പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിനെ പരിശോധിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ആ ചാർട്ടിൽ നോട്ട് ചെയ്യുമ്പോ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അവർക്ക്. അപ്പൊ അവര് ഇതിങ്ങനെ വലിച്ചു കയറ്റി അവൻ ക്വൈറ്റ് പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണ്, ഹെൽത്തിയാണ്, അങ്ങനെയൊക്കെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രിഫിക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ they can understand. അവർക്ക് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. കാരണം അവര് ഫോളോ ചെയ്യുന്നത് മെഡിക്കൽ ടെർമിനോളജികളാണ്, മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അവർക്ക് അത് അറിയാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, ഡോക്ടേഴ്സിനും നഴ്സസിനും അതുപോലെ ലാബിലുള്ളവർക്കും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് X/O ആണ് എക്സ്റ്റീരിയർ, പുറമേ ഉള്ളത്. എക്സ്റ്റീരിയർ ഓപ്പോസിറ്റ് ഇന്റീരിയർ, അകത്തുള്ളത് പുറത്തുള്ളത്. എക്സ്റ്റീരിയർ ഇന്റീരിയർ വർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? എന്ന് വെച്ചാൽ എന്താ, വീടിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ മോഡിഫിക്കേഷൻസ് രൂപത്തിലുള്ള ഇന്റീരിയർ വർക്കുകളൊക്കെ പലരും ആകെ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്റീരിയർ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ വേർഡ്, അതിന്റെ മീനിങ് ആയിട്ടുള്ള ആ ഒരു വേർഡ് കിട്ടാൻ വേണ്ടി EX/O എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽസിൽ. അടുത്തത് എക്സ്ട്രാ, അതും എക്സ്റ്റീരിയർ. ഇൻ അഡീഷൻ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ ഇൻ അഡീഷൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? അത് കൂടാതെ, അതിനും പുറമെ എന്നൊക്കെ സൂചിപ്പിക്കാനാണ് എക്സ്ട്രാ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഗ്യാസ്റ്റർ, GASTR/O ഉണ്ട്. ഗ്യാസ്, ആ ഒരു വേർഡ് അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാതെയും പറയാതെയും തന്നെ അറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റൊമക് അല്ലെ? ഗ്യാസ്, അപ്പൊ സ്റ്റൊമക് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഗ്ലൈക്കോ, ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു പ്രിഫിക്സ് ചേർത്തുണ്ടാക്കിയ വേർഡുകളാണ്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു ഷുഗർ, മീനിങ് ഷുഗർ ആണ്, പഞ്ചസാര. ഓക്കെ, നെക്സ്റ്റ് ഗൈനക്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ പഠിച്ചു, നമ്മൾ തന്നെ അതിനെ ഷോർട്ട് ആക്കി നേരമേ പറഞ്ഞു പോയതാണ്. ഗൈനക്കോളജി, ഇറ്റ്സ് റിലേറ്റിംഗ് ടു എ ഡിപ്പാർട്ട്മെന്റ് കോൾഡ് ഗൈനക്കോളജി. ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് ഗൈനക്. ഗൈനക്കിന്റെ കൂടെ /O ഉണ്ട്. റിലേറ്റിംഗ് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്ത്രീ പ്രത്യുൽപാദന ഓർഗൻസുമായിട്ട് അത് ബന്ധപ്പെട്ട ഒരു പ്രിഫിക്സ് ആണ് ഗൈനക്. അടുത്ത ഹെമറ്റ് അല്ലെ? ഹെമറ്റോളജി അറിയാലോ, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഹെമറ്റോളജി. സോ റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ് ഹെമറ്റ് എന്നുള്ളത്. ഹെമി മീൻസ് ഹെമിസ്ഫിയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹെമിസ്ഫിയർ അർത്ഥം എന്ന് പറഞ്ഞ പകുതി എന്നുള്ള അർത്ഥമല്ല, അർത്ഥം വെച്ചാൽ പകുതി, ഹാഫ്. ഓക്കെ, ഹാഫ് എന്ന അർത്ഥം അല്ലെ? അതാണ് ഹെമി എന്നുള്ളത്. അപ്പൊ അതിന് ഹെമിസ്ഫിയർ പകുതിയായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. അടുത്ത hem/O ആണ് റിലേറ്റിംഗ് ടു ആ നേരത്തെ പറഞ്ഞ ബ്ലഡിന്റെ ഹെമറ്റോളജിയും ഹെമോ എന്ന് പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്, റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. ഓക്കെ, ഹെമോയും ഹെമറ്റോയും. നെക്സ്റ്റ് ഹെപ്പറ്റോളജി കേട്ടുണ്ടല്ലോ, നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടല്ലോ. ഹെപ്പറ്റോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റാ ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഡിസോർഡേഴ്സ് ഓഫ് ലിവർ അല്ലെ? ലിവർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള രോഗനിവാരണം നടത്തുന്നതും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമാണ്. അപ്പൊ ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായത് ഹെപ്പറ്റ് എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിൽ നിന്നാണ് ആ ഒരു വേർഡ് ഉണ്ടാക്കിയേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വേർഡ് ഉണ്ടാക്കിയ. അടുത്ത ഹീറ്റർ, HETER, വേരിയസ്, അതർ, മറ്റുള്ളവ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. അടുത്ത ഹോമോജീനിയസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഒരേപോലെയുള്ളത്, ഹോമോജീനിയസ്. അതിൽ നിന്ന് HOM എന്ന് പറയുന്ന ഈ ഒരു പ്രിഫിക്സ് നമ്മുടെ മെഡിക്കൽ ടേംസിൽ വേറെ ഏതെങ്കിലും വേർഡിന്റെ കൂടെ ചേരുമ്പോൾ ഇറ്റ് ബിക്കംസ് ഐഡന്റിക്കൽ, ഒരുപോലെയുള്ളത്, ഒരേപോലത്തെ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് HOM. ഹൈഡ്രോജൻ കേട്ടിട്ടുണ്ടല്ലോ, ഹൈഡ്രജന്റെ രണ്ട് ആറ്റംസും ഒരു ഓക്സിജനും കൂടി ചേരുമ്പോ നമുക്കറിയാം H2O ആകും. അതെന്താ? വാട്ടർ ആണ് അല്ലെ? വെള്ളം. അപ്പൊ ഹൈഡ്ര ഒരു /O ആണെങ്കിൽ വാട്ടർ,
അവരങ്ങനെ വെള്ളത്തിന് പകരം വെള്ളം ഒന്നും മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കില്ല. ഒരു ഹൈഡർ HYDR അതിന്റെ കൂടെ എന്തെങ്കിലും ടേംസ് ചേർക്കും. നെക്സ്റ്റ് ഹൈപ്പർ ടെൻഷൻ, ഓവർ എന്നാണ് അർത്ഥം. ഹൈപ്പർ ടെൻഷൻ, ഓക്കെ. ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഹൈപ്പർ തൈറോയിഡിസം ഓവർ ആണ്, കൂടുതലാണ്. സൂപ്പർഫ്ലുവസ്, അതായത് കുറച്ച് കൂടുതൽ അളവിലുള്ളതിനെയാണ് നമ്മൾ ഹൈപ്പർ എന്ന് വിളിക്കുക. എന്നാൽ ഹൈപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, നേരെ താഴെ. ഓവർ എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അണ്ടർ, താഴെ, ബിലോ. ദാറ്റ് മീൻസ് ഇൻസഫിഷ്യന്റ്, ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ. ഹൈപ്പോ തൈറോയിഡിസം. എന്താ ഹൈപ്പോ തൈറോയിഡിസം? തൈറോയിഡിന്റെ ഹോർമോൺസ് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത അവസ്ഥ. പറഞ്ഞല്ലോ, ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, എനിക്കുള്ളതാണ് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ മീൻസ് നമുക്കറിയാം അത് സഫീഷ്യന്റ് ആയിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ, ബോഡിയിലെ ഹോർമോണുകൾ, തൈറോയിഡ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോ എന്താ പറയാ, ഓവർ വെയിറ്റും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഹൈപ്പറിനും ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസിനും അതിൻ്റെതായ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അണ്ടർ, ഇൻസഫീഷ്യന്റ് എന്നൊക്കെയാണ് ഹൈപ്പോ. Okay, hister, SHYSTER, relating to uterus. യൂട്ടറസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് ഹിസ്റ്റർ. ഹിസ്റ്റർ/O. നെക്സ്റ്റ് എന്താ? ഇൻഫ്ര മീൻസ് ബെനീത്ത്, അടിയിൽ, താഴെ, ഫർദർ ഓൺ എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടാ. ഇൻഫ്ര ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അടുത്ത ഇന്റർമീഡിയറി, മിഡിൽ എന്നാണ്. ഇന്റർമീഡിയറി, അത് ഇടയിലുള്ളത്, നടുക്കുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇൻട്രാവീനസ് അല്ലെ, IV, കാനുല കേട്ടിട്ടുണ്ടല്ലോ. ഇൻട്രാവീനസ് കാനുല, ഇൻസൈഡ്, അകത്തേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ഒരു കാനുലയാണ് ഇൻട്രാ. അപ്പൊ ഇൻസൈഡ് എന്നാണ് അതിനർത്ഥം. ഐസോ, ഈക്വൽ, ISO, അത് ചേർക്കുന്ന പ്രിഫിക്സ് ഈക്വൽ എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാൻ, തുല്യം എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ലാറ്ററൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വശം എന്നർത്ഥം. സൈഡ്. ലാറ്ററൽ സർഫസ്, വശത്തുള്ള ആ ഒരു ഉപരിതലം എന്നൊക്കെ പറയില്ല. അപ്പൊ ലാറ്ററോ എന്ന് പറയുന്നതിന്റെ മീനിങ് സൈഡ് എന്നാണ്. സൈഡ്. നെക്സ്റ്റ് എന്താണ്? ല്യൂക്ക്, LEUK. ല്യൂക്ക് എന്ന് പറയുന്നത് ല്യൂക്കോസൈറ്റ്, WBC. നമ്മൾ നേരത്തെ ഒരു സൈറ്റ് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? നേരത്തെ പറഞ്ഞല്ലോ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞു, എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞു. എറിത്രോസൈറ്റ് റെഡ് ബ്ലഡ് സെൽസിന്റെ ആണെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനേയും നമ്മൾ LEUK അതിന്റെ കൂടെ /O ചേരുമ്പോൾ അത് ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് വീണ്ടും പറയാം, താഴെ നിന്ന് തന്നെ പോട്ടെ. ഈ പറഞ്ഞ ലാസ്റ്റത്തേത് ല്യൂക്ക്, LEUK, അത് നോട്ട് ചെയ്യാം. ല്യൂക്ക്. അടുത്തത് ഹൈപ്പോ, ഹൈപ്പർ, ഹൈഡർ. 2-3 വേണം കേട്ടാ, ആ 3 അടുപ്പിച്ച്. ഹൈപ്പോ, ഹൈപ്പർ, ഹൈഡർ. ഹൈഡർ എന്ന് പറയാൻ കാരണം ഹൈഡ്രജൻ, അപ്പൊ നമുക്കറിയാം വാട്ടർ റിലേറ്റഡ് ആണെന്ന്. അത് നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ്. അടുത്ത ഹെപ്പറ്റ്, റിലേറ്റിംഗ് ടു ലിവർ. ഹെപ്പറ്റ് ഉണ്ട്, അതിന്റെ തൊട്ട് മുകളില് ഹെമോ, HEM, റിലേറ്റിംഗ് ടു ബ്ലഡ് കേട്ടാ. അടുത്ത ഹെമറ്റ്, അതും റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. മുഖത്തിന്റെ ലൂസായിട്ട് കണ്ടാലും കുറെ നേരം പണിയത്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ. ഗ്ലൈക്കോ, ഗ്യാസ്റ്റർ നമുക്ക് സ്റ്റൊമക് റിലേറ്റഡ്, ഗ്ലൈക്കോ ഷുഗർ റിലേറ്റഡ്. ഷുഗർ എന്ന് മീനിങ് പറയാം. എത്ര എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്? 9 എണ്ണം ആ പേജിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 9 എന്താ നോക്കിയേ? 9 എണ്ണം ഇല്ലേ? വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി പറയാം. ഗ്യാസ്റ്റർ, ഗ്ലൈക്കോ, ഹെമറ്റ്, ഹെമോ, ഹെപ്പറ്റ്, ഹൈഡർ, ഹൈപ്പർ, ഹൈപ്പോ ആൻഡ് ല്യൂക്ക്, LEUK. ഓക്കെ, നെക്സ്റ്റ് പേജില് നമുക്ക് നോക്കാം. അടുത്തത് യെസ്, ലിത്തോ, LITH/O. ലിത്ത് റിലേറ്റിംഗ് ടു സ്റ്റോൺ ആണ്. സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടതിനെ സൂചിപ്പിക്കാനാണ് LITH ഉപയോഗിക്കുക.
അടുത്തത് മാക്രോ. മാക്രോ എന്ന് പറയുന്ന വേർഡാണ്. അത് ലാർജ്. മാക്രോ എന്ന് പറഞ്ഞ ലാർജ്, ഹ്യൂജ് എന്നാണ് കേട്ടോ. HUGE എന്നാണ്. HY അല്ല, U ആണ് കേട്ടോ അവിടെ വരേണ്ടത്. ഹ്യൂജ്, വലിപ്പമുള്ളത്. മാക്രോ ഇക്കണോമിക്സ് കേട്ടിട്ടുണ്ടല്ലോ. ഇക്കോണമീനെ സംബന്ധിക്കുന്ന, ഇക്കോണമീനെ മൊത്തത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹ്യൂജ് ആണ്, HUGE കേട്ടോ. ഒന്ന് തിരുത്തിയേക്കത്. അടുത്ത മാൽ. മാൽ പ്രാക്ടീസസ്, ബാഡ്, അൺയൂഷ്വൽ ആയിട്ടുള്ള, ബാഡ്, മോശമായതിനൊക്കെ നമ്മള് മാൽ. മാൽ അഡിക്റ്റഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പലതിനും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന, അതായത് പല മോശം കാര്യങ്ങൾക്കും അഡിക്റ്റഡ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ മാൽ അഡിക്റ്റഡ് എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ അപ്പൊ മാൽ ബാഡ് അല്ലെങ്കിൽ എന്താ പറയാ അൺയൂഷ്വലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് MEDI, മീഡിയം, മിഡിൽ എന്നതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം, മിഡിൽ, നടുക്കുള്ളത്. അടുത്ത മെഗാ, മെഗാ ഫൈനൽ, മെഗാ, ഹ്യൂജ്, അതും ഹ്യൂജുമായിട്ട് മീനിങ് വരുന്ന, മാക്രോയും അതുപോലെ തന്നെ മെഗായും ഒരേ മീനിങ് വരുന്ന വേർഡുകളാണ്. അടുത്ത മെലാൻ, MELAN, മെലാൻ. മെലാൻ എന്താ? ബ്ലാക്ക്. അത് ഒരു കളറിനെ സൂചിപ്പിക്കുന്നതാ. ബ്ലാക്ക് കളറിനെ സൂചിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് മെലാൻ എന്ന് പറയുന്നത്. അടുത്ത MENING, മെനിങ്, റിലേറ്റഡ് ടു മെംബ്രെയിൻ. മെംബ്രെയിൻ നമ്മുടെ മെംബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഹെയർ, സ്കിന്ന്, അതിനൊക്കെ അതിന്റെ കളർ കൊടുക്കൂലേ, അതൊക്കെയാണ് കേട്ടോ. ദെൻ അടുത്തത് എന്താ? മൈക്രോ. മാക്രോന്റെ ഓപ്പോസിറ്റ് ആ മൈക്രോ. എന്താ മൈക്രോ? മാക്രോ വലുത്, ലാർജ്, ഹ്യൂജിനൊക്കെ സൂചിപ്പിക്കുമെങ്കിൽ മൈക്രോ ടൈനി, ചെറുത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. മൈക്രോസ്കോപ്പ്, ചെറിയ ചെറിയ സാധനങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക. അപ്പൊ കണ്ടല്ലോ, മൈക്രോ എന്ന് പറയുന്നത് ടൈനി എന്ന് അർത്ഥം വരുന്ന വേർഡാണ്. മോണോ, മോണോ ആക്ട്, സിംഗിൾ ആയിട്ട് ആക്ട് ചെയ്യില്ലേ, സിംഗിൾ, ഒറ്റയ്ക്ക്, ഒന്ന്, ഒറ്റയ്ക്കുള്ളത് എന്നാണ്. അടുത്ത മൈൽ, MYELO, മൈലോ, റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൈൽ, MYELO. അടുത്ത മയോർ, MY/O ആണ്. റിലേറ്റിംഗ് ടു മസിൽസ്, മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ്. അടുത്ത നാസ്, നെയ്സൽ. നെയ്സൽ പാസേജ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ശ്വാസം ഇങ്ങനെ എടുത്തിട്ട് അത് പോകുന്ന ആ വഴി, ആ പാസേജ്, അതിനാണ് നെയ്സൽ പാസേജ്. ആ വാക്ക് ഉണ്ടായിരിക്കുന്നത് നാസോ, NAS/O എന്ന് പറയുന്ന പ്രിഫിക്സ് കൂടി ചേർത്തിട്ടാണ്. റിലേറ്റിംഗ് ടു നോസ്, നമ്മുടെ മൂക്കുമായി ബന്ധപ്പെട്ടത്. നിയോ, നിയോ, NE/O, ന്യൂ, പുതിയത് എന്നർത്ഥം വരുന്ന വേർഡാണ്. നെഫർ, എന്താ? നെഫ്രോളജി, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാലോ. നെഫ്രോളജി ഒക്കെ നമ്മൾ പഠിച്ചാലേ. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എന്താ പറയാ രോഗനിവാരണം നടത്താനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. ആൻഡ് ദ നെഫ്രോളജി ഇസ് ദ വേർഡ് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം പ്രിഫിക്സ്. ഈ ഒരു പ്രിഫിക്സ് നെഫ്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തിട്ടാണ് നെഫ്രോളജി ഉണ്ടായേക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താ? ന്യൂർ, NEUR, അതെന്താ? നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂർ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂറോ, ന്യൂറോളജി, ന്യൂറോ സർജൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നെർവസ് സിസ്റ്റത്തിന്റെ. അടുത്ത NOCT, നൈറ്റ്, രാത്രി, അതിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത OLIG/O, ഒലിഗ്, ഡെഫിഷ്യന്റ്, അതായത് എന്താ? ഇല്ല, കുറവ്, ഡെഫിഷ്യൻസി എന്നൊക്കെ പറയില്ലേ നമ്മള്. ലാക്ക് ആകുക, ഇല്ലാതെ വരിക. ഇപ്പൊ മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തില് അതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കാണിക്കും, കുറവ് കാണിക്കും. അതിനെയാണ് ഒലിഗ്, O കേട്ടാ. അടുത്ത OFOR, PHOR, റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ന്യൂറോന്റെ പോലെ തന്നെയുള്ള അതേ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് തന്നെയാണ് അത്. അടുത്തത് ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുന്ന ഒഫ്താൽ, എന്താ? റിലേറ്റിംഗ് ടു ഐ, കണ്ണുമായി ബന്ധപ്പെട്ടത്. ഓർക്കിഡ്, ORCHID/O, റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. ടെസ്റ്റിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് നമുക്ക് എന്താ പറയാ ORCID/O ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഓർക്കിഡ് എന്നോ അല്ലെങ്കിൽ ORCID/O, രണ്ടും ടെസ്റ്റിക്കിൾസ് ആണ്. അടുത്ത ഓറോ, അതും അതെ ടെസ്റ്റിക്കിൾസുമായി റിലേറ്റ് ചെയ്തതാണ്. അത് മൂന്നും ഒന്ന് തന്നെയാണ്. ഓർത്തോ, ഡയറക്റ്റ്, ORTHO, ഡയറക്റ്റ് അല്ലെങ്കിൽ നോർമൽ എന്ന റിലേറ്റഡ് മീനിങ് വരുന്ന വേർഡാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം ആണ് നമ്മുടെ ഓർത്തോ എന്ന് പറയുന്നത്.
അടുത്തത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അറിയാലോ, കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന ബോണിങ്, നമ്മുടെ എല്ലുകൾക്കുണ്ടാകുന്ന ക്ഷതം, ബലക്ഷയം അല്ലെ, എല്ലുകളുടെ ബലക്ഷയങ്ങളാണ് ഓസ്റ്റിയോപൊറോസിസ്. പറയാം ഓസ്റ്റിയോ OSTE/O. അടുത്ത OT മാത്രമാണെങ്കിൽ ഏതാണ്? ഇയർ റിലേറ്റഡ് ആയിട്ടുള്ളത്, നമ്മുടെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് OT. അതായത് OT/O, OTO എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ഇയർ കേട്ടല്ലോ. അപ്പൊ ഇത് ഒക്കെ നമ്മളുടെ എന്താ പറയാ ഓരോ അവയവങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ എന്താ പറയാ നമ്മളുടെ ഡിസീസസിനും അതും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളാണ്. ഒന്ന് വേഗം നോട്ട് ചെയ്യാം നിങ്ങള്, ഏതൊക്കെയാണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തേ വേഗം. മാക്രോയും മെഗായും അത് രണ്ടും വേണം, ബിക്കോസ് രണ്ടിനും സെയിം മീനിങ് ആണ്, അതുകൊണ്ട് കേട്ടാ. മാക്രോ, മെഗാ രണ്ടും മാർക്ക് ചെയ്യാം. മൈക്രോ മാർക്ക് ചെയ്യാം. മൈക്രോ നെഫ്രോളജിയുടെ നെഫർ കിഡ്നി റിലേറ്റഡ് ആണ്, നമുക്ക് പഠിക്കാനുള്ളതാ. അതുപോലെ തന്നെ ന്യൂറോ അതും മാർക്ക് ചെയ്യാം, ബിക്കോസ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂറോസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അത് അങ്ങനത്തേക്കാവും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കണേ. ഒഫ്താൽമ് ഐ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓസ്റ്റിയോ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓസ്റ്റിയോപോറോസിസ് നമ്മള് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് ഓസ്റ്റിയോ. അപ്പൊ ഈ ഒരു പേജില് നമ്മൾ 7 എണ്ണമാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഒന്നുകൂടി നോക്കാം. മാക്രോ, മെഗാ, മൈക്രോ, നെഫർ, ന്യൂറോ, ഒഫ്താൽമ് ആൻഡ് ഓസ്റ്റിയോ. ഇത്രയുമാണ് നമ്മള് ഈ ഒരു പേജിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ ടെസ്റ്റിക്കിൾസ്. അതെ, എനിക്ക് തൊട്ടപ്പുറത്ത്, ഞാൻ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റഡ് അല്ല, പക്ഷെ നമുക്ക് അതിനു മുമ്പ് കുറച്ച് വേറൊരു ക്ലാസ് കുറച്ച് എടുത്ത് തീർക്കാനുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത ടീച്ചർ ഇപ്പൊ തന്നെ കയറൂട്ടാ, നിങ്ങൾ ആരും പോകരുത്. ഇപ്പൊ തന്നെ ടീച്ചർ കയറും. ടീച്ചറിന്റെ പിന്നീട് എന്റെ കൂടെ ഉണ്ടായ ടീച്ചർ ഇപ്പൊ കയറും. സോറി ടീച്ചറിനല്ലേ ആണോ?